ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ശിഷ്യന്മാരെ ഉപദേശിക്കുമായിരുന്നു. ഈ ലോകത്തിലുള്ള സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാത്തിലും ദൈവം വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാത്തിലും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവ സൃഷ്ടി എപ്പോഴും ബഹുമാനിക്കണം, ആദരിക്കണം, അവയെ നമസ്കരിക്കണമെന്നൊക്കെ എപ്പോഴും ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകുമ്പോൾ മദമിളകിയ ആന പിന്നാലെ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഓടി വരുന്നത് കണ്ടു. ശിഷ്യനെ കണ്ടപ്പോൾ ശിഷ്യനോടും ആ മനുഷ്യൻ പറഞ്ഞു, മദമിളകിയ ആന വരുന്നുണ്ട് എന്ന്. എന്നാൽ ശിഷ്യൻ പറഞ്ഞു, ആനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ശിഷ്യൻ അവിടെ തന്നെ നിന്നു. വന്ന മനുഷ്യൻ ഓടി രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മദമിളകിയ ആന കടന്നു വന്നു. ആനയുടെ മുമ്പിൽ നമസ്കരിക്കാൻ പോയ ശിഷ്യനെ ആന തുമ്പിക്കൈ കൊണ്ടെടുത്ത് ഒരേറ് വെച്ചു കൊടുത്തു. സാരമായി പരിക്കേറ്റ ശിഷ്യനെ കാണുവാൻ പിന്നെ ഗുരു കടന്നു വന്നു. അപ്പോൾ ശിഷ്യനോട് ഗുരു ചോദിച്ചു, എന്ത് സംഭവിച്ചു? ശിഷ്യൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുകേട്ട് മദമിളകിയ ആനയിൽ ദൈവത്തെ ദർശിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇത്. ഗുരു പറഞ്ഞു, മദമിളകിയ ഒരു ആന ഈ വഴി വരുന്നുണ്ടെന്നും അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരാൾ ആനയുടെ മുമ്പിൽ വന്നില്ലേ? നീ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാതിരുന്നത്? അവനും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ലേ? അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നില്ലേ? നീ മദമിളകിയ ആനയിൽ മാത്രം ശ്രദ്ധിച്ച് ആ മനുഷ്യനെ അവഗണിച്ചത് കൊണ്ടല്ലേ നിനക്കിങ്ങനെ സംഭവിച്ചത്? ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയാണ്. ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ചെയ്തു തരും, നമുക്കെല്ലാം നടത്തി തരുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പലരും. മറ്റുള്ളവരിൽ കൂടിയും ദൈവം പ്രവർത്തിക്കുന്നു എന്ന ചിന്ത പലപ്പോഴും കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ പോവുകയാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ഇറങ്ങി വന്ന് ചെയ്തു തരുന്നവനല്ല, മറിച്ച് ഈ ലോകത്തിലെ ഓരോ മനുഷ്യനെയും ഓരോരോ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുക എന്നുള്ളതും മറ്റുള്ളവരിൽ ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക എന്നതും അതിൽ വളരെ പ്രധാനമായ ഒന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലുള്ള ദൈവിക ചൈതന്യത്തെയും ദൈവിക ദൗത്യത്തെയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. ദൈവിക കാര്യങ്ങൾ പറയുന്നവരെയും ആത്മീയ കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ളവരെയും പുച്ഛിക്കുന്നവരോ വിമർശിക്കുന്നവരോ ആകാതെ അവരിലുള്ള ദൈവത്തിൻ്റെ കൃപയെ കണ്ടെത്തി സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്നത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാകും. ആ അനുഗ്രഹത്തിലേക്ക് മുന്നേറുവാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെ ഒന്നിനും കൊള്ളുകയില്ല. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെ ഒന്നിനും കൊള്ളുകയില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ ഓട്ടമോടി അധ്വാനിച്ചു വെറുതെ എന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെ എന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ.